എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 3 രണ്ടാമത്തെ പഠന പ്രവർത്തനമാണ്. നോക്കിക്കോളൂ. അന്തർജാലസ്യ പുസ്തകസ്യ സഹായേന അധോദത്താനാം സസ്യാനാം ഔഷധഗുണാൻ ലിഖതു. ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ ബുക്കിൻ്റെയോ സഹായത്താൽ താഴെ കൊടുത്തിട്ടുള്ള സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സസ്യം നിംബഹ, വേപ്പാണ്. അതിൻ്റെ ഔഷധ ഗുണം വ്രണനാശക, മുറിവ് മാറുവാനായിട്ട് സഹായിക്കുന്നു. അതേപോലെ വേപ്പിൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട്. പിന്നെ ചർമ്മരോഗങ്ങൾ, സോറിയാസിസ്, ചെറിയ കുരുക്കൾ എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമാണ്. പിന്നെ വേപ്പിലയും വേപ്പെണ്ണയും ഒക്കെ നമ്മൾ ഔഷധമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ആമലകി, നെല്ലിക്ക, ഊർജപ്രദായിനി. നെല്ലിക്ക ഊർജത്തെ പ്രദാനം ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രകൃതിദത്തമായ വൈറ്റമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഹൃദ്രോഗം, പിത്തദോഷം എന്നിവയ്ക്കുള്ള ഔഷധമാണ് നെല്ലിക്ക. അടുത്തതാണ് തുളസി. അത് വിഷഹാരിണിയാണ്. വിഷങ്ങളെ ഇല്ലാതാക്കുന്നു. അതുമാത്രമല്ല ശ്വസനവ്യാധികൾ, പനി, ചുമ, തുമ്മൽ എന്നിവയ്ക്കുള്ള മികച്ച മരുന്നാണ് തുളസി. അപ്പോൾ മനസ്സിന് ശാന്തിയും ശക്തിയും ഒക്കെ നൽകുന്നു. തുളസി കഷായം ശരീരത്തിലെ കഫം ഇല്ലാതാക്കുന്നു. അടുത്തതാണ് ഹരിദ്ര, മഞ്ഞൾ. രോഗാണുനാശിനി, ബാക്ടീരിയ മുതലായവയെ നശിപ്പിക്കുന്നു. ചർമ്മം ഊർജ്വലമാക്കുന്നു. ചുമ, ആസ്മ, ചർമ്മരോഗം, അർബുദം എന്നിവയ്ക്ക് ഉപയോഗപ്രദമാണ്. അടുത്തതാണ് അശോക. അശോകം എന്ന് പറയുന്നത് രക്തശുദ്ധിയെ നൽകുന്നു. അതേപോലെ അനീമിയ, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് ഫലപ്രദമാണ്. കർണികാരഹ, കണിക്കൊന്നയാണ്. വാതഹരണം, വാതദോഷം മാറുന്നു. അടുത്തത് ഈശ്വരമൗലിയാണ്, വിഷഹാരിണി, വിഷം നീക്കം ചെയ്യുന്നു. അതേപോലെ തന്നെ ശക്തിയുള്ള എന്ന് വെച്ചാൽ വിഷമുള്ള പാമ്പ് കടിക്ക് ശേഷം ഇത് ഉപയോഗിക്കുന്നു. ചെറിയ പ്രാണികൾ കടിക്കുമ്പോൾ അതിന് ശേഷം ഉപയോഗിക്കുന്നു. പ്രാചീന കൃഷി വൈദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സസ്യമാണ് ഈ ഈശ്വരമൂലി എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് തമ്പട്ടി എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്തതാണ് ശംഖുപുഷ്പി. സ്മൃതിവർദ്ധകമാണ്, ഓർമ്മശക്തി കൂട്ടുന്നു. അതേപോലെ ആത്മശാന്തിയും ബുദ്ധിവർദ്ധനവും ഒക്കെ നൽകുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ബുദ്ധിവർദ്ധന ടോണിക്കുകളിലൊക്കെ ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. അടുത്തത് ബ്രഹ്മിയാണ്. അതും സ്മൃതിവർദ്ധകമാണ്. ഓർമ്മ, ബുദ്ധി എന്നിവ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു ബ്രഹ്മി. പിന്നെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ബ്രഹ്മി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.